Hello, Assalamu alaikum. Welcome to another video. Let's make chicken dum biryani. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദം ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സവോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, തൈര്. ഇനി ഒരു സ്മോൾ ടു മീഡിയം വലുപ്പത്തിലുള്ള 4 സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ സവോള എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേർപകുതി വേണം തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 തക്കാളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളകും എടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈരും കൂടെ ഒരു 1/4 കപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വറ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 2 ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുക്കാം. രണ്ടും പകുതി പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ കോക്കനട്ട് ഓയിൽ അല്ല യൂസ് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും പകുതി പകുതി എടുക്കാം. ഇനി നമ്മളിതിൽ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ ഉണ്ട്. അപ്പോൾ കനം കുറഞ്ഞ അരിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു പ്രോസസ്സ് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കാരണം ഇതിലേക്കുള്ള സവോള നല്ല ജ്യൂസി, നല്ല വെന്ത് കുഴഞ്ഞു പോകുന്ന ടൈപ്പിൽ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ നന്നായിട്ട് വഴന്ന് വരണം. ഞാനവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. സെയിം ടൈം വേറൊരു പാൻ എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന തക്കാളി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വേവിച്ച തക്കാളിയാണ് നമ്മൾ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ തക്കാളി എടുക്കുന്നത് അത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തക്കാളി ഇട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം തക്കാളി നന്നായിട്ട് വെന്ത് വന്നോളും. ആ ടൈമിൽ നമ്മുടെ ഒരു ഉള്ളി ഒരു പകുതിയോളം വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ടൈപ്പിലുണ്ടല്ലോ, അത് സെറ്റായിട്ടില്ല. ഒന്നുകൂടെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ തക്കാളിത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഒരിത്തിരി കൂടി വെള്ളം വറ്റാണ്ട് അതും കൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സവോള ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല അത്യാവശ്യം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സവോള. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പ്രോസസ്സ് അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണമെന്ന് പറയുന്നത്, നമ്മൾ സവോളൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകുന്നൊരു പരുവത്തിലാവണം. കാരണം നമ്മൾ റൈസ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിയോ തക്കാളിയോ ഒന്നും ഇതിൽ നിന്ന് കഴിക്കാനായിട്ട് കിട്ടൂല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒത്തിരി ഒന്നും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ കല്യാണ ബിരിയാണിയൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കൂടുതലൊന്നും മസാല ഇല്ലാത്തൊരു ടൈപ്പല്ലേ. ഇത് അങ്ങനെ ഒരു ബിരിയാണിയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ബിരിയാണിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല അതുകൂടെ
ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ 3 പൊടികൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് എക്സ്ട്രാ മുളക് പൊടി, ചിക്കൻ മസാല അങ്ങനത്തെ സംഭവം ഒന്നും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല ഇതിൽ മെയിനാണ് കേട്ടോ. ഗരം മസാല ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കുമ്പോൾ. എന്നിട്ട് പൗഡേഴ്സൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് ബിരിയാണിക്ക് എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ബിരിയാണിക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുമല്ലോ, അതേപോലെ തന്നെ നല്ല ചെറിയ പീസസ് ആകുമ്പോൾ നമ്മളതിൽ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ ബിരിയാണിക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അത്യാവശ്യം ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉള്ളിക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ അതിലേക്കും കൂടെ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച മല്ലിയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തൈര് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. തൈര് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി ഇത് ഒരു പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഒട്ടും പുളിയില്ല, അതാണ് 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് തീരെ പുളിയില്ലാത്ത തൈരാണ്, 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിന് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇനി ഒന്നും കൂടെ കുറച്ചുകൂടെ പുളിപ്പ് രസം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. ചിക്കനിൽ നിന്നും തൈരിൽ നിന്നൊക്കെ ഉള്ള വെള്ളം അതിൽ വരും കേട്ടോ. നമുക്കവിടെ വേവിക്കാൻ വേണ്ടി അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തൊട്ടടുത്ത അടുപ്പിൽ ഒരു പോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് സെയിം നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 2 ടേബിൾ സ്പൂൺ ഗീയും പാടെ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇതും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ റൈസ് എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 2 കപ്പ് റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി റൈസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പെട്ടെന്ന് അരിയൊക്കെ കഴുകിയിടുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ടൈപ്പിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചോറ് വെന്ത് വന്നതിന് ശേഷം കട്ട പിടിച്ചിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ആവില്ല. ഞാനിപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം കറക്റ്റ് അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ജീരകശാലാൻ്റെ ചെറിയ റൈസാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. നോർമൽ നമ്മൾ ഗീ റൈസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ചോറ് റെഡിയായി വരുന്നുണ്ട്. സെയിം ടൈം അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മസാലയും റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നോക്കിയൊക്കെ ചിക്കനിൽ നിന്നും തൈരിൽ നിന്നൊക്കെ പാടെയുള്ള വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ട്. ഇതിൽ ഒരു ഗ്രേവി ടൈപ്പായിട്ടുണ്ട്. നമ്മൾ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ചിക്കൻ നന്നായിട്ട് വേവിക്കുക. എപ്പോഴും നമ്മൾ ബിരിയാണീസൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും മസാലപ്പൊടികൾ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കി നോക്കുക, ഒരു റൈസ് ഒന്നുമില്ലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഒക്കെ നല്ല അടിപൊളിയായിട്ട് റൈസ് സെറ്റായിട്ടുണ്ട്. കറക്റ്റ് അളവാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പിന് 4 കപ്പ് വെള്ളം. അങ്ങനെ നമ്മുടെ ചിക്കനും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കുകയാണ് ഇനി അടുത്ത പ്രോസസ്സ് വരുന്നത് കേട്ടോ. ദം ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു 30 മിനിറ്റ്സ് മസ്റ്റായിട്ടും വെച്ചിരിക്കണം, ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട്.
എന്നാലേ ഉള്ളൂ ഈ ദം ബിരിയാണി എന്ന് പറയുന്നൊരു പ്രോസസ്സ് വരിക. അപ്പം ഇതെങ്ങനെയാണ് ദം ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം. ഇനി റെഡിയാക്കി വെച്ച റൈസ് ഓരോ സ്റ്റെപ്പായിട്ടാണേ. ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. ഒരു ഫസ്റ്റത്തെ ട്രിപ്പ് റൈസ് എല്ലായിടത്തേക്കും നന്നായിട്ട് പരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി റൈസ് ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് ഇത് നമ്മൾ ഗരം മസാല പൗഡറാണ് കേട്ടോ. ഗരം മസാല തൂവിക്കൊടുക്കുക. പിന്നെ ഗീ ഉണ്ടല്ലോ, ഗീയും അതിന് മേലായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി സെയിം പ്രോസസ്സ് അതേപോലെ തന്നെ ചെയ്തെടുക്കുക. റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഒരു അടുത്ത ലെയറായിട്ടാണ് കേട്ടോ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതേപോലെ ഗീയും ചേർത്ത് കൊടുക്കുക, മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക, ഗരം മസാല. ഇത് എത്രയാണ് നമ്മളെടുത്ത് റൈസ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഒരു 2-3 ലെയറാക്കി എടുക്കാം വേണമെങ്കിൽ. ഞാനിവിടെ രണ്ട് ലെയറാക്കുക. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. റൈസിന് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നൊരു സ്റ്റെപ്പാണ് ഇത്. ഇപ്പോൾ ഞാനിവിടെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റൈസ് മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് ഫോയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് എന്തായാലും 20 മിനിറ്റ്സ് ഒരു മിനിമമാണ്. എന്നാലും ഒരു അരമണിക്കൂറിന് എന്തായാലും വേണം കേട്ടോ. അരമണിക്കൂറിന് മുകളിലായാലും കുഴപ്പമില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കുക. നിങ്ങൾ പെട്ടെന്നൊരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞിട്ട് എടുക്കരുത്. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും എടുക്കരുത്. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഓപ്പൺ ആക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഇനി നമ്മുടെ ദം ബിരിയാണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നോക്കി റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഈ ബിരിയാണി സെർവ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. ഈ ബിരിയാണി സെർവ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് നമ്മൾ ആകെ മൊത്തമിട്ടിട്ട് ഇളക്കി കൊടുക്കരുത്. ഈ ടൈമിൽ തന്നെ നമുക്കിതിൻ്റെ റൈസ് ഒന്ന് മാറ്റിയെടുക്കാം. റൈസ് മാത്രം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മസാല നന്നായിട്ടൊന്ന് റൈസും ചിക്കനും അതിനൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ചിക്കനും എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടല്ലോ, നമ്മളുടെ ഗ്രേവി ടൈപ്പുള്ള മസാല, അത് നമുക്ക് റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു കുടയുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതേപോലെ ഒരിക്കലും പൊട്ടി പോകരുത് കേട്ടോ. അരികളൊന്നും പൊട്ടി പോവാത്ത ടൈപ്പിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ടിട്ട് ചിക്കനും മസാലയും എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി ആയിട്ട് മാറും.